വിലക്കപ്പെട്ട പ്രണയം അവസാന ഭാഗം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇന്നൊരു ഞായറാഴ്ചയാണ്. എബിയാണെങ്കിൽ വെളുപ്പിന് മുതൽ ഏതോ ഇൻ്റർനാഷണൽ കമ്പനിയായിട്ടുള്ള മീറ്റിങ്ങിലാണ്. വെളുപ്പിന് തുടങ്ങിയത് രാവിലെ 10 മണിയായിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. ആമി ഇടയ്ക്ക് അവനിരിക്കുന്ന മുറിയിലെ വാതിൽ പതിയെ ഒന്ന് തുറന്ന് ആമ തലയിട്ട് നോക്കുന്നത് പോലെ ഇടയ്ക്ക് അവനെ വന്ന് നോക്കും. കഴിഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ മുഷിച്ചിലോടെ ആമി തിരികെ പുറത്തേക്ക് പോരും. അവനില്ലാത്തത് കൊണ്ട് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാതെ നടക്കുകയാണ് ആമി. ഒടുക്കം 11 മണിയായപ്പോഴാണ് എബി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇതിനെന്തോരം നേരാണ് ചായ, ഇന്ന് സൺഡേ ആയിട്ടെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തൂടെ? ആമി അവൻ പുറത്തേക്ക് വന്നതും അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്നൊരു ദിവസമല്ലേ, പോട്ടെ, കഴിച്ചു കാണില്ലെന്നറിയാം, വാ ഫുഡ് കഴിക്കാം. എബി അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വരാന്തയിലിരിക്കുകയാണ് എബി. ആമി അകത്ത് എന്തൊക്കെയോ ചെയ്യുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അകത്ത് മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഇച്ചായ, നമുക്കൊരു റീൽ എടുക്കാം. പെട്ടെന്ന് ആമി വന്ന് അവനോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ തന്നെ എന്തോ ഒരു വശപ്പിശകുള്ളതുപോലെ തോന്നി എബിക്ക്. എങ്കിലും അവളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി താല്പര്യമില്ലെങ്കിലും സമ്മതിച്ചു കൊടുത്തു. അവൻ സമ്മതിച്ചു എന്ന് കണ്ടതും അവൻ്റെ കവിളിൽ അമർത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അകത്തേക്ക് പോയിട്ടുണ്ട് പെണ്ണ്. ഇച്ചായ വാ എന്ന് പറഞ്ഞ് ആമി അവനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. നോക്കുമ്പോൾ ഒരു കസേരയൊക്കെ വെച്ച് ഫോൺ അതിൽ സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എബി അവളെയും ഫോണും സംശയത്തോടെ മാറി മാറി നോക്കി. ആകെ കൂടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവന് തോന്നാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ സംശയത്തോടെയുള്ള നോട്ടത്തിന് ആമി പക്ഷേ തിരികെ അവനെ നിഷ്കളങ്കമായി നോക്കുകയാണ് ചെയ്തത്. എന്താ നീ ചെയ്യുന്നേ? എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതൊന്നും എടുത്ത് പബ്ലിഷാക്കി കളയല്ലേ, എൻ്റെ ഇമേജ് തകരും. ഓ പിന്നെ. ആമി അവനെ പുച്ഛിച്ചുകൊണ്ട് ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തി ക്യാമറ ആംഗിളൊക്കെ സെറ്റാക്കി. എല്ലാം കഴിഞ്ഞ് ഒടുക്കം അവളും അവനും ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നു. ഇച്ചായ പറയ്, ഒരു സാധനം തരട്ടെ. എന്ത്? ഒരു സാധനം തരട്ടെ, പറയ്. ഉമ്മയാണോ? അതൊന്നുമല്ല, തരട്ടെ, പറയ്. ആ താ. എങ്കിൽ കണ്ണടയ്ക്ക്. ആമി പറഞ്ഞതും എബി പിന്നെ ഒന്നും മിണ്ടിയില്ല, കണ്ണടച്ചു. കണ്ണടച്ചതും ആമി അവൻ്റെ കൈ പിടിച്ച് അതിലേക്ക് എന്തോ ഒന്ന് വെച്ചു കൊടുത്തു. ഇനി കണ്ണു തുറന്നോ. എബി കയ്യിലിരിക്കുന്നതിലേക്ക് ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൻ അതേ അത്ഭുതത്തോടെ ആമിയെ നോക്കി. പ്രഗ്നൻ്റ് ആണോ? അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ആമി പുഞ്ചിരിയോടെ തന്നെ അതേ എന്ന് തലയാട്ടി. ഇതെപ്പോ? ഡൗട്ട് തോന്നിയതുകൊണ്ട് ഇന്ന് രാവിലെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. അവന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. നെറ്റിയിൽ, കവിളിൽ, മൂക്കിൽ, കണ്ണിൽ, അങ്ങനെ അങ്ങനെ അവൻ നിർത്താൻ ഭാവിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് ഒരു മാസം ഇതുപോലെ ഡൗട്ട് തോന്നിയിട്ട് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു. അന്നേരം എബിയുടെ മുഖം ഡള്ളായത് ആമിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഒന്ന് പോയി ഫിസിക്കൽ ചെക്കപ്പ് ഒക്കെ രണ്ടുപേരും നടത്തി. അതിൽ 2 പേർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സർപ്രൈസ്. അവൻ അവളെ പുണർന്ന് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇച്ചായ, എല്ലാവരോടും പറയണ്ടേ? അവൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടതും ആമി അവനെ തട്ടി വിളിച്ചു. ഉള്ളം കൈയാൽ അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നു. ഇച്ചായൻ കരയുവാണോ? എന്തോ അവൻ കരയുന്നു എന്ന് കണ്ടതും അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. നിമിഷ നേരം കൊണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു. ഇല്ല, സന്തോഷം കൊണ്ട്. എബി വീണ്ടും കണ്ണുകൾ അമർത്തി തുടച്ചു. ആമി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. കരയല്ലേ? എബി അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്ന് പിടിച്ചുയർത്തി. ഞാനൊന്ന് കണ്ടോട്ടെ? എബി ചോദിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ ആമി തലയാട്ടി. അവളുടെ വയറിലേക്ക് അവൻ മുഖം അമർത്തി ചുംബിച്ചു. കുറച്ചു സമയം അങ്ങനെ തന്നെ ഇരുന്നു. എല്ലാത്തിനും ശേഷം അമ്മാമ്മയെ അറിയിക്കാമെന്ന് കരുതി. എങ്കിലും ഇനിയെങ്ങാനും പോസിറ്റീവ് അല്ലെങ്കിലോ? കാർഡ് എപ്പോഴും സത്യമാവണമെന്നില്ലല്ലോ. 2 പേരും വൈകാതെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് പോസിറ്റീവ് ആണെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി, സമാധാനമായി. ഇനി അടുത്ത ദിവസം ഗൈനക്കോളജിസ്റ്റിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കൂടി എടുത്തിട്ടാണ് 2 പേരും മടങ്ങിയത്. കാർ വീടിൻ്റെ മുന്നിൽ വന്ന് നിർത്തി എബി അവളെ പിടിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ സഹായിച്ചു. അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും എബി അതൊന്നും കേൾക്കുന്നില്ല. താഴ്ത്തും തറയിലും വെക്കാതെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് എബി ആമിയെ നോക്കുന്നത്. ഇവിടെ ഇരിക്കെ, ഞാൻ അമ്മാമ്മയോട് പറഞ്ഞിട്ട് വരട്ടെ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആകാംക്ഷയോടെ പറഞ്ഞുകൊണ്ട് എബി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടി. അമ്മാമ്മേ. മുറിയിൽ പുസ്തകത്തിലിരുന്ന് എന്തോ കാര്യങ്ങൾ എഴുതുകയായിരുന്ന മുത്തശ്ശി അവൻ്റെ വിളിയിൽ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. എന്താടാ? അമ്മാമ്മേ, ശിവ പ്രഗ്നൻ്റ് ആണ്. ഒട്ടൊരു നിമിഷത്തിന് ശേഷം മുത്തശ്ശിയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ കണ്ടതും ഒരു നിമിഷം എബിക്കും ഒത്തിരി സന്തോഷമായിരുന്നു.
മുത്തശ്ശിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നത് എബി പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. എന്നിട്ട് കൊച്ചെവിടെ? ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി. ആമി അപ്പോഴേക്കും നടന്ന് മുറിയിലേക്ക് എത്തിയിരുന്നു. നിന്നോട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞതല്ലേ? എബി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും ആമി അതിനെ പുച്ഛിച്ച് തള്ളി. മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നീട് രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറയുന്നതും പിന്നെയും അവളെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കണ്ട് എബി അവരുടെ ഇടയിൽ നിന്ന് മാറിക്കൊടുത്തു. വാടാ ഇവിടെ. സോഫയിൽ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന എബിയെ മുത്തശ്ശി അടുത്തേക്ക് വിളിച്ച് അവനും ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ലതയൊക്കെ വിളിച്ച് അറിയിക്കുക കേട്ടോ. എല്ലാവരോടും ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയും. മുത്തശ്ശി പായസം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ആവേശത്തോടെ അടുക്കളയിലേക്ക് കയറി. ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഇല്ല. ഈ പച്ചമാങ്ങ മസാല ദോശ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട. വേണ്ടേ? ഗൂഗിൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അത് ഗൂഗിൾ, ഇത് ഞാൻ. എനിക്കിതൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? നിന്നെ മതി. ആമി അവനെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. എബി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കുറച്ചു നാളുകൾക്ക് ഇനി ഫിസിക്കൽ റിലേഷൻ പാടില്ല എന്നവൻ അറിയാം. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം തന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ചു സമയം ആമി ഒന്ന് കിടന്നു. താഴത്തെ മുറിയിൽ തന്നെയാണ് കിടന്നത്. ഇനി മുകളിലേക്ക് കയറണ്ട എന്നാണ് ഓർഡർ. രാത്രി ആയപ്പോഴേക്കും ഋഷിയും ലതാമ്മയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തി. ഒരു ബേക്കറി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. എല്ലാം ടേബിളിൽ നിരത്തി വെച്ച് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും ചേർന്ന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആമിയുടെ ശ്രദ്ധ ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന നെയ്യപ്പത്തിലേക്ക് പോയി. അത് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എബി വേഗം അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. പക്ഷേ അത് മൂക്കിനരികിലേക്ക് എത്തിയപ്പോൾ തന്നെ ആമി വാ പൊത്തിപ്പിടിച്ച് വാഷ് ബേസിനിലേക്ക് ഓടി. കഴിച്ചതും കഴിപ്പിച്ചതുമൊക്കെ അതിലേക്ക് തട്ടി. അപ്പോഴേക്കും ആമി വല്ലാതെ തളർന്നു പോയിരുന്നു. അന്നത്തെ ദിവസം എല്ലാവരും അവിടെ കൂടി. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമായിരുന്നു എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയത്. വിശേഷം അറിഞ്ഞ് പവനും വിളിച്ച് ആശംസയൊക്കെ പറഞ്ഞിരുന്നു. അവന് ലീവില്ലാത്തത് കൊണ്ട് വന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ ആമിയും ഫസ്റ്റ് ട്രൈമസ്റ്റർ മുഴുവൻ റെസ്റ്റൊക്കെ തന്നെയായിരുന്നു. കഴിക്കുന്നു ഛർദ്ദിക്കുന്നു, കഴിക്കുന്നു ഛർദ്ദിക്കുന്നു. ഇത് തന്നെ റിപ്പീറ്റ് മോഡിലായിരുന്നു. എബി അവളെ നോക്കാൻ വേണ്ടി മാത്രം വീട്ടിലൊരു ചേച്ചിയെ നിർത്തി. ഇടയ്ക്ക് അവനും ലീവ് എടുത്ത് നിൽക്കും. വയ്യാതെ തളർന്ന ഒരിടത്ത് കിടക്കുന്ന ആമിയെ കാണുമ്പോൾ അവന് പാവം തോന്നും. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എത്രയൊക്കെ ഛർദ്ദിച്ചാലും അവൾ സാരമില്ല, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കും. സെക്കൻഡ് ട്രൈമസ്റ്റർ വലിയ കുഴപ്പമില്ലാതെ നീങ്ങി. പക്ഷേ ശരിക്കുള്ള പണി വന്നത് തേർഡ് ട്രൈമസ്റ്ററിലായിരുന്നു. മസിൽ വെട്ടിക്കയറുക, രാത്രി ഉറക്കത്തിലൊക്കെ അവൾ കരഞ്ഞെഴുന്നേൽക്കുമ്പോൾ അവളുടെ കൂടെ എബിയും കരഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ല. സഹിക്കാനാവാത്ത വേദനയായിരിക്കും. അന്നേരം അവൾക്ക് തടവിക്കൊടുത്തും മസാജ് ചെയ്തുമൊക്കെ എബി ഉറക്കളച്ച് അവളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. 9 മാസമായപ്പോൾ ലതാമ്മ വീട്ടിലേക്ക് വന്ന് നിന്നു. പ്രസവം കഴിയുമ്പോൾ അവരാമിയെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. എങ്കിലും അവിടെ ഇപ്പോൾ ഓൾറെഡി 2 കുഞ്ഞുങ്ങളുള്ളതാണ്. അതിൻ്റെ ഇടയിലാകുമ്പോൾ എല്ലാവരെയും കൂടി നോക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് എബിക്ക് തന്നെ തോന്നി. അതുകൊണ്ട് വീട്ടിൽ തന്നെ മതിയെന്നാണ് എബി പറഞ്ഞത്. അങ്ങനെ 9ാം മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ആവാൻ ഇനിയും 3 ആഴ്ച കൂടിയുണ്ട്. ആമി വരാന്തയിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു കുഞ്ഞുടുപ്പാണ് വേഷം. അതുമിട്ട് താറാവ് നടക്കും പോലെ നടക്കുവാണ്. കുറച്ച് സമയമായി ഇങ്ങനെ നടക്കുന്നു. അവളുടെ കൂടെ തന്നെ എബി അവിടെ ഇരിക്കുന്നുണ്ട്. ഇച്ചായ. അവൻ ഫോണിൽ നിന്ന് മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി. അടിവയറ്റിൽ എന്തോ ഒരു വേദന പോലെ തോന്നുന്നുണ്ട്. കുറച്ച് സമയമായി. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? എബി കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വേദന കാരണം ഇടയ്ക്ക് അവളുടെ മുഖം ഒന്ന് ചുളിയുന്നുണ്ട്. വാ, ഹോസ്പിറ്റലിൽ പോകാം. അവളുടെ മറുപടി ഒന്നും ചോദിക്കാതെ എബി വേഗം പോയി ടീഷർട്ട് വലിച്ചു കയറ്റി. ലതാമ്മയോടും അമ്മാമ്മയോടും കാര്യം പറഞ്ഞ് പിന്നെ ഒന്നും നോക്കാതെ അവളുമായിട്ട് നേരെ ആശുപത്രിയിലേക്ക്. പതുക്കെ പോയാൽ മതി. ആമി പറഞ്ഞതും എബി പതിയെ ഡ്രൈവ് ചെയ്തു. അത്ര വലിയ വേദനയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വേദനയുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ തന്നെ PV ചെക്ക് ചെയ്യാൻ കയറ്റി. അഡ്മിറ്റ് ചെയ്യുവാണ്. ഇന്ന് തന്നെ ചിലപ്പോൾ ഡെലിവറി ഉണ്ടാകും. അവളെ അകത്തേക്ക് കയറി 2 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഒരു നേഴ്സ് വന്ന് പറഞ്ഞതും എബിക്ക് കയ്യും കാലും തളർന്നു പോകുന്നത് പോലെ തോന്നി. അവരോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരകത്തേക്ക് തിരികെ കയറി പോവുകയും ചെയ്തിരുന്നു. അവൻ ഒരാശ്വാസത്തിനെന്ന പോലെ മുത്തശ്ശിയെ വേഗം വിളിച്ചു. അറിഞ്ഞപ്പോൾ തന്നെ മുന്നേ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് വന്നു. ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് എബി. മുത്തശ്ശി അങ്ങോട്ടേക്കെത്തി. എന്ത് പറഞ്ഞു? ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ തന്നെ ചെക്കപ്പ് ചെയ്യാൻ കയറ്റിയതാണ്. പിന്നെ വന്ന് പറയുന്നത് അഡ്മിറ്റാക്കിയെന്നാണ്. പിന്നെ കണ്ടിട്ടില്ല അവളെ. എബിയുടെ ശബ്ദം ഒന്ന് ഇടറി. അതേസമയം തന്നെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ ശിവ. ഏയ്, കുഴപ്പമൊന്നുമില്ല. ആൾക്ക് പെയിൻ വന്നിട്ടുണ്ട്. നോർമൽ ഡെലിവറി ആയിരിക്കും. ഒന്ന് കാണാൻ. അതിനെന്താ, അകത്തേക്ക് കയറി കണ്ടോളൂ.
ഡെലിവറി ടൈമിൽ പാർട്ട്ണർ കൂടെയുള്ളത് നല്ലതല്ലേ, അത് വൈഫിനൊരു സപ്പോർട്ടാകും. ഡോക്ടർ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശിയെയും ലതാമ്മയെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. എബി അകത്തേക്ക് കയറി. അവൾ തന്നെ കാണാൻ വയ്യാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് കരുതി അകത്തേക്ക് കയറിയ എബി അവളെ കണ്ടതും കണ്ണു തള്ളിപ്പോയി. അവിടെ ചുറ്റിനും നിൽക്കുന്ന നേഴ്സുമാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ചിരിച്ചു കളിച്ച് കിടക്കുകയാണ് ആള്. ദേ ഹസ്ബൻഡ് വന്നല്ലോ എന്നൊരു നേഴ്സ് പറഞ്ഞപ്പോഴാണ് അവനെ തിരിഞ്ഞു നോക്കിയത് പോലും. ഇച്ചായ, ദേ ഇവരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വാവ ഇപ്പം തന്നെ വരുമെന്ന്. പുഞ്ചിരിയോടെയാണ് അവൾ പറയുന്നതെങ്കിലും ആ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ല രീതിയിൽ അവൾക്ക് വേദന എടുക്കുന്നുണ്ടെന്ന്. വേദനയുണ്ടോ? അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പുഞ്ചിരിയോടെ അവൻ ചോദിച്ചു. ആമി അതിന് ഇല്ലെന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ നല്ല രീതിയിൽ വേദനയുണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. അല്ലെങ്കിലും മുൻപും അങ്ങനെ തന്നെയാണ് അവൾ. ചില സമയത്ത് കാലും കൈയും ശരീരവും ഒക്കെ നല്ല വേദനയാണെങ്കിലും സാരമില്ല, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയും അവൾ. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതിലും അവൻ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ മുഖം വേദനയോടെ ചുളുങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. കയ്യിൽ പിടിച്ചിരുന്ന അവളുടെ കൈയുടെ മുറുക്കം കൂടുന്നതും അവൻ അറിഞ്ഞു. സിസ്റ്റർ, അവൻ വേഗം അടുത്തു നിന്നിരുന്ന നേഴ്സിനെ വിളിച്ചു. അവർ വേഗം വന്ന് ചെക്ക് ചെയ്തു. ഡോക്ടറെ വിളിച്ചിട്ട് വരാം, സെർവിക്സ് ഡയലേറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ നേഴ്സ് വേഗം തന്നെ ഡോക്ടറുടെ റൂമിലേക്ക് ഓടി. ഒരുപാട് സമയം വേദന കടിച്ചു പിടിച്ചുവെങ്കിലും പിന്നീട് അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറത്തേക്കായിരുന്നു. അതിനനുസരിച്ച് അവൻ്റെ കൈകളിൽ അവളുടെ കൈകൾ മുറുകിക്കൊണ്ടിരുന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം അവൻ്റെ ചെവികളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവളെ സമാധാനിപ്പിക്കുന്നുണ്ടവൻ. പക്ഷേ അവൾക്ക് വേദന താങ്ങാനാവുന്നില്ല എന്നവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവളുടെ ഉറക്കെയുള്ളൊരു അലർച്ചയും കൂടെ ഒരു കുഞ്ഞിൻ്റെ ശബ്ദവും കേട്ടതും എബി ഞെട്ടലോടെ പിന്നിലേക്ക് നോക്കി. അപ്പോഴേക്കും ബോധം മറഞ്ഞ് ആമിയുടെ കണ്ണുകൾ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആൺകുഞ്ഞാണ്. ഡോക്ടർ ശിവ, ഏയ് പേടിക്കണ്ട, അത് ഡെലിവറി കഴിഞ്ഞതിൻ്റെ മയക്കാണ്. കുഞ്ഞിനെ തുടച്ചു തരാം, കുഞ്ഞുമായിട്ട് പുറത്തേക്ക് പോയിക്കോളൂ. പക്ഷേ എബി അപ്പോഴും നോക്കിയത് തളർന്നു കിടക്കുന്ന തൻ്റെ പ്രാണനെ തന്നെയായിരുന്നു. കരഞ്ഞു കരഞ്ഞ് കണ്ണുകളും ചുണ്ടും മുഖവും ഒക്കെ ആകെ ചുവന്നു വീർത്തിരിക്കുന്നു. അവൻ അപ്പോഴും അവൾ മുറുക്കി പിടിച്ചിരിക്കുന്ന തൻ്റെ കയ്യിലിരിക്കുന്ന അവളുടെ കൈയെടുത്ത് അതിൽ അമർത്തിയൊന്ന് ചുംബിച്ചു. അവളുടെ നെറ്റിയിലും പ്രണയത്തോടെ, അതിലുപരി ആരാധനയോടെ ഒന്ന് ചുംബിച്ചു. അതിനുശേഷം കുഞ്ഞുമായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ഋഷിയും ശ്രുതിയും ഒക്കെ അങ്ങോട്ടെത്തിയിരുന്നു. എല്ലാവരെയും കുഞ്ഞിനെ കാണിച്ചതിന് ശേഷം കുഞ്ഞുമായി അവൻ തിരികെ അകത്തേക്ക് തന്നെ പോയി. പിന്നീട് ആമിയെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുവന്നത്. അവളെ കൊണ്ടുവന്നപ്പോൾ അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. അവളും അവനിൽ നിന്ന് അത്രയൊക്കെ തന്നെ ആഗ്രഹിച്ചിരുന്നുള്ളൂ. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആമിയെ ഡിസ്ചാർജ് ആക്കി. പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷയും മരുന്ന് കഴിപ്പും ഒക്കെ ആയിട്ട് 2 മാസം. കുഞ്ഞാണെങ്കിൽ ചില ദിവസം രാത്രിയൊന്നും ഉറങ്ങാറില്ല. ആമിക്ക് ഉറക്കം തടസ്സമാവരുത് എന്ന് കരുതി എബി തന്നെ ചിലപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് അവനെ എടുത്തുകൊണ്ട് നടക്കും. അങ്ങനെ സംഭവബഹുലമായ പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആമി നന്നായിട്ടൊന്ന് തുടുത്തു. പ്രഗ്നൻ്റ് ആയിരുന്ന സമയം ആമിക്കധികം വണ്ണമൊന്നും വെച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് തുടുത്തു. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ആമി താഴത്തെ മുറിയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നതൊക്കെ. കൂടെ ലതാമ്മയും മുത്തശ്ശിയും ഒക്കെ ഉള്ളതുകൊണ്ട് എബി മുകളിലാണ് കിടക്കുന്നത്. എങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ആഗ്രഹം തോന്നുമ്പോൾ അവൻ ആമിയുടെ അടുത്ത് വന്ന് കിടക്കും. ഒരു തരത്തിലും അവളെ ബുദ്ധിമുട്ടിക്കാതെ അവൻ നോക്കി. ആദ്യത്തെ 3 മാസം അവളെ നന്നായിട്ട് തന്നെ അവൻ കെയർ ചെയ്തു. കുഞ്ഞിനെ എന്ന പോലെ തന്നെ അവളെയും അവൻ നോക്കി. അങ്ങനെ നാളെ കുഞ്ഞിൻ്റെ മാമോദീസയാണ്. പള്ളിയിൽ വെച്ച് നടത്താമെന്ന് ആമിയുടെ സമ്മതം കൂടി വാങ്ങിയാണ് അവൻ തീരുമാനിച്ചത്. അങ്ങനെ അതിൻ്റേതായ തിരക്കിലായിരുന്നു എബി ഇന്ന് മുഴുവൻ. രാത്രി കിടക്കാനൊന്നും അവന് വന്നില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും ഓടി നടന്നു ക്ഷീണിച്ചു. ഒടുവിൽ വെളുപ്പിനെപ്പോഴോ അവൻ ആമിയുടെ അടുത്ത് വന്ന് കിടന്നത് അവൾ അറിഞ്ഞിരുന്നു. അതറിഞ്ഞതുപോലെ ആമി അവനെ ചുറ്റിപ്പിടിച്ചു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കായിരുന്നു ബാപ്റ്റിസം. എല്ലാവരും റെഡിയായി കൃത്യസമയത്ത് തന്നെ പള്ളിയിലേക്കെത്തി. എബ്രഹാം നഥാനിയേൽ, അതായിരുന്നു കുഞ്ഞിൻ്റെ പേര്. ആമിയും എബിയും ചേർന്ന് സെലക്ട് ചെയ്ത പേരാണ്. പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതും പിന്നെ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു. ആമി, എബി, കുഞ്ഞ്, മുത്തശ്ശി, ലതാമ്മ, ഋഷി, ശ്രുതി, അവരുടെ 2 കുഞ്ഞുങ്ങൾ, കൂടെ പവനും. പെർഫെക്റ്റ്. ഫോട്ടോഗ്രാഫർ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ആമി എബിയുടെ മുകളിലെ മുറിയിലേക്ക് മാറുകയാണ്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ മുറിയിലേക്ക് പോയിട്ടില്ല. ആമി ആദ്യം തന്നെ മുറിയിലെത്തിയിരുന്നു. എബി താഴെ എന്തൊക്കെയോ പണിയിലാണ്. കുറച്ചു കഴിഞ്ഞ് എബിയും അകത്തേക്ക് കയറി വന്നു. പുറത്തുനിന്ന് തന്നെ കുളിച്ചു കഴിഞ്ഞാണ് എബി അകത്തേക്ക് വന്നത്. ആമി കട്ടിലിലിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. എബി കട്ടിലിൽ വന്നിരുന്ന് അത് നോക്കിയിരിക്കുകയാണ്. ആമി അവനെ നോക്കി പുരിക ഉയർത്തി. ഒന്നുമില്ല എന്ന് പറഞ്ഞ് എബി വീണ്ടും കുഞ്ഞിനെ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുറങ്ങിപ്പോയിരുന്നു.
ആമി കുഞ്ഞിനെ എടുത്ത് ബേബി ബെഡിലേക്ക് കിടത്തി. കുഞ്ഞിനെ കിടത്തി ഒന്ന് കുളിച്ചു കഴിഞ്ഞ ആമി വന്നതും എബി അവളെ കണ്ണാടിക്ക് മുന്നിൽ വെച്ച് പിന്നിൽ നിന്നൊന്ന് പുണർന്നു. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. എബി അവളുടെ കാതിൽ ചുണ്ടമർത്തി. ചായ എന്തോ താങ്ക് യു. പെട്ടെന്ന് താങ്ക് യു ഒക്കെ പറയുന്നത് കേട്ടതും എബി അവളെ പുരികം വളച്ചു നോക്കി. എന്തിന്? ഈ വിലക്കപ്പെട്ട കനി എന്നൊക്കെ പറയുന്നത് പോലെ വിലക്കപ്പെട്ട പ്രണയമായിരുന്നു ഇച്ചായൻ എനിക്ക്. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി എൻ്റെ പ്രണയം. പക്ഷേ വിധി പോലെ നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേർന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന്, വാവയെ തന്നതിന്, എല്ലാത്തിനും നന്ദി. ഇനി ഇത് പറഞ്ഞാൽ എൻ്റെ മോനെ കൊണ്ട് ഇടിപ്പിക്കുന്നില്ല ഞാൻ. അത് പറഞ്ഞ് എബി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. നീ എൻ്റെ പൊന്നല്ലേടി. എബി അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി. ആമിയും എബിയും കുഞ്ഞുമൊക്കെ ആയിട്ട് അവരുടെ ജീവിതം ഇനിയും ഒരു പുഴ പോലെ മുന്നോട്ടൊഴുകട്ടെ. അവസാനിച്ചു. എൻ്റെ സ്റ്റോറി വായിക്കുന്നവരെല്ലാവരും ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടി ഒന്ന് കേട്ടിട്ട് പോകാൻ ശ്രമിക്കുക. സോ ബ്യൂട്ടിഫുൾ സ്റ്റോറി കംസ് ടു ആൻ എൻഡ് ഹിയർ. ആമിയും എബിയും ഒക്കെ ഇനി നാളെ മുതൽ ഉണ്ടാവില്ല, ഇവിടെ വെച്ച് കാട്ടം വീഴുവാണ്. ആൻഡ് ബിസൈഡ്സ് ദാറ്റ് ഈ ഒരു സ്റ്റോറിക്ക് എനിക്ക് ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. നല്ലതാണെന്ന് പറഞ്ഞ് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് ചെയ്തപ്പോഴായാലും അതിന് മുൻപായാലും ഒരുപാട് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതുകൂടാണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഈ ഒരു സ്റ്റോറിക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70+ പാർട്സ് ആണ് ഈ ഒരു സ്റ്റോറിക്കുള്ളത്. അതിലൊരു 40+ പാർട്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാസ്റ്റിൻ്റെ പാട്ടുണ്ടായിരുന്നു. ആ ഒരു പാർട്ടിൽ ഞാൻ പാസ്റ്റ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓക്കെ ഫോർ മീ. എനിക്കതിലൊരു കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം യുവർ പെർസെപ്ഷൻ ഈസ് നോട്ട് മൈൻ. സോ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് പറയാമായിരുന്നു. പക്ഷേ അത് പറയേണ്ട രീതികളുണ്ട്. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല രീതിയിലും ഇടാം, അത് ചീത്ത രീതിയിലും ഇടാം. ആ ഒരു രീതിയിൽ ഞാൻ ആ കമൻറ്റ്സ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഓൾ കമൻറ്റ്സ്, അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ കമൻറ്റ്സും ഒരു റൂഡ് ടൈപ്പ് ഓഫ് ബിഹേവിയറിലായിട്ടാണ് ആളുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പേഴ്സണലി ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ പിന്നെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കാറില്ല. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ്സ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ടാവും, പക്ഷേ ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്ക് ദേഷ്യമൊട്ടൊന്നും അല്ല. കാരണം ഞാനൊരു MCOM സ്റ്റുഡൻ്റാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളുണ്ട്. ലൈഫ് ഭയങ്കര ബിസിയാണ് എൻ്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് വേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി വെക്കാനായിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഞാൻ ഓരോ സ്റ്റോറി ടൈപ്പ് ചെയ്യുന്നതും അത് പിന്നീട് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ അതിന് നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപും നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ നെഗറ്റീവ്സ് വന്നത് എന്നെ എന്തോ ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, ആരുടെയും കമൻറ്റ്സ് ലൈക്ക് ചെയ്തിട്ടുമില്ല. കാരണം എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് അങ്ങനെയൊന്നുമല്ല. കാരണം ഞാൻ ഇത്രയും ടൈം കണ്ടെത്തി ഇങ്ങനൊരു കാര്യം ഇൻട്രസ്റ്റോടെ ചെയ്യുമ്പോൾ അതിനെനിക്ക് നെഗറ്റീവായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കത് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് എൻ്റെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു കമൻസിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, തുറന്നു നോക്കിയിട്ടുമില്ല. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് എൻ്റെ ഈ മൈൻഡിലോട്ട് കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പോഴും പറയാം, നിങ്ങളോട് ആരോടും എനിക്കൊരു ദേഷ്യമില്ല. ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ തുറക്കാതിരിക്കണത്. കമൻസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കമൻസ് ഞാൻ ഇപ്പോൾ നോക്കാറില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാറില്ല. കാരണം നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത് ഞാൻ അത്ര ഇഷ്ടത്തോടെ തന്നെ സ്വീകരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ വന്നിരിക്കുന്ന കമൻസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ആ നെഗറ്റിവിറ്റി എൻ്റെ ലൈഫിൽ വേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ കമൻസ് നോക്കാത്തത്. ആൻഡ് ഇനി മുതലുള്ള സ്റ്റോറീസിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടത്. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഞാൻ എൻ്റെ അടുത്തും മെസ്സേജ് അയച്ചു വരുന്നവർ അല്ലെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ റൂഡായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റൂഡായിട്ട് തന്നെ പലരോടും പ്രവർത്തിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. ആൻഡ് ഐ ഓൺലി ആർഗ്യൂഡ് അഗെയിൻസ്റ്റ് യു ഓൺലി ബിക്കോസ് ഓഫ് ദ ബിഹേവിയർ യു ഹാവ് ഷോൺ ടു മീ. അല്ലാണ്ട് ഞാൻ ആരോടും മനഃപൂർവ്വം അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ആൻഡ് ഈ ഒരു കാര്യം ഈ സ്റ്റോറി കഴിഞ്ഞപ്പോൾ തന്നെ പറയണമെന്ന് ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ആരും കാണണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ടൈലൻഡിൽ തന്നെ ഇത് പറയുവാണെങ്കിൽ എത്ര പേര് ഇത് കേൾക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ കേൾക്കുന്നവരുണ്ടെങ്കിൽ ട്രൈ ടു ബിഹേവ് മച്ച് മോർ ബ്യൂട്ടിഫുള്ളി. കാരണം ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കോമൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ബിഹേവിയർ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ അവകാശം പോലെ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കമൻറ്റ്സ് ചെയ്യാതിരിക്കാൻ നമ്മൾ
ശ്രമിക്കണം. കാരണം ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് ബിഹേവിയർ. കാരണം നമ്മുടെ കമൻസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ വ്യൂ പോയിൻ്റാണ് അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇച്ചിരിയും കൂടി നല്ലതാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളോട് കമൻറ്റ് ചെയ്യരുതെന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ രീതിയിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണ രീതിയിൽ കമൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഒരു കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആ ഒരു പാസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണെങ്കിൽ ഒരുപാട് പേര് ആ പാസ്റ്റ് അവിടെ വേണ്ടായിരുന്നു കേട്ടോ, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ചിലവർ വന്നിട്ട് എന്തിനാ വെറുതെ പാസ്റ്റൊക്കെ ആഡ് ചെയ്ത് കുത്തിക്കയറ്റി വലിച്ചു നീട്ടുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എനിക്കിത് വലിച്ചു നീട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ സ്റ്റോറി അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കണേണ്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് വെറുതെ വലിച്ചു നീട്ടി ഇലാസ്റ്റിക് പോലെ ലാഗ് അടുപ്പിച്ച് കൊണ്ടുപോകാം. പക്ഷേ ഞാൻ ഈ സ്റ്റോറി എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറീസും ഞാനൊരു മിനിമം ലെവലെത്തുമ്പോഴത്തേക്കും നിർത്താറുണ്ട്. കാരണം എനിക്കങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. സോ ഞാനത് പർപ്പസ്ഫുള്ളി വലിച്ചു നീട്ടണം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ കമൻസ് മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴെങ്കിലും നിങ്ങളോട് പറയണമെന്ന് തോന്നി. ബിക്കോസ് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഞാൻ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇനി തുടർന്നുള്ള സ്റ്റോറീസും എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.